ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കഴിച്ചിട്ടുണ്ടോ? അതും വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അരി അരയ്ക്കാതെ കപ്പി കാച്ചാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. കണ്ടില്ലേ ഈ വട്ടയപ്പത്തിന്റെ സോഫ്റ്റ്നെസ്? ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതിന്റെ ടിപ്സൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം വ്യത്യസ്തമായ രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് വെളുത്ത അവലാണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്കൊരു 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് അവലായാലും കുഴപ്പമില്ല, പക്ഷെ വട്ടയപ്പത്തിനകത്ത് നല്ല വെള്ള കളർ കിട്ടണമെങ്കിൽ വെള്ള അവലെടുക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത പത്തിരിപ്പൊടിയാണ്, പാക്കറ്റിൽ വാങ്ങിക്കില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു നേർത്ത മധുരമുള്ള അപ്പമാണ്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അവിൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ, അത് മതി. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്ക തൊലി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകമാണ്, ഫെനൽ സീഡില്ലേ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വട്ടയപ്പത്തിന് പെരിഞ്ജീരകം ചേർത്താൽ. ഇതുപോലത്തെ സ്പെഷ്യൽ രുചി വേണ്ട, സാധാരണ വട്ടയപ്പം മതിയെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് തിക്കാണ്, നമുക്കൊരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൊത്തം നമ്മൾ ഇതിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ ചേർത്തത്. അവൽ നനയ്ക്കാൻ വേണ്ടി 1/2 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1 കപ്പ്. നല്ലതുപോലെ അരച്ചെടുക്കാം. വേണ്ട, നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. തിക്കായി പോവരുത് ബാറ്റർ, അതുപോലെ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. നമുക്കിത് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്യണം എന്ന് പറയും. അപ്പോഴാണ് ആ ഒരു അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാനായിട്ട്. അപ്പം അത് കുറച്ച് സമയം ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ടുള്ളവർ പറയുന്നതാണ് കേട്ടോ. അതിൽ പക്ഷേ ഒരു സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടുമുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഒരു 1.5 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. അത് അടച്ചങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പം 1.5 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പത പോലെ ഇരിപ്പുണ്ട് ബാറ്റർ. അപ്പം ഇതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കണം. അപ്പോൾ ഈസ്റ്റിനനുസരിച്ചും പിന്നെ ക്ലൈമറ്റിനനുസരിച്ചും അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടും. പിന്നെ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ക്ലൈമറ്റ് അത്രയധികം അങ്ങോട്ട് എഫക്റ്റ് ആവില്ല. ഇത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്ററാണ്. ഇത് നമ്മൾ ഒരുപാട് ഇളക്കി അതിൻ്റെ പത കളയണ്ട, അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെക്കാം. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണേലും ഉപയോഗിക്കാം. അത് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെക്കേണ്ട, അടച്ചു വെച്ചാൽ ഈ പാത്രത്തിലേക്ക് ആവി വെള്ളം വീഴും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ നല്ല പതയോടുകൂടിയാണ് വീഴുന്നത്. അത് മാത്രമല്ല ആ ഒരു കൺസിസ്റ്റൻസി അത്യാവശ്യം തന്നെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതാണ് നമ്മുടെ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിൻ്റെ സീക്രട്ട്. കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. നമ്മൾ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വെന്തിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ മുന്തിരി നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പം തുറന്നിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഞാൻ പക്ഷേ ഇതൊരു 10 മിനിറ്റ് ആയപ്പോഴാണ് തുറന്നത്. അപ്പോൾ ഇത് അവിടെ ഉറച്ച് നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്കിനി ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതിന് എടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അടുത്ത അപ്പം ഞാനിതൊരു പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത്. അതും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 5 മിനിറ്റൊക്കെ ആയ സമയത്ത് തന്നെ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അതവിടെ അമർന്നങ്ങിരുന്നോളൂ. ഇതൊരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കെടുക്കാം. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവുള്ളൂ. അപ്പം തന്നെ അത് നന്നായിട്ട് പെട്ടെന്ന് വിട്ട് വന്നിട്ടുണ്ടാവും അരിയൊക്കെ. എന്നാലും നമ്മൾ കൈ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ട് എടുക്കാം. അപ്പം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യാം.
കട്ട് ചെയ്തു. ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആടി കളിക്കും, അത്രയും ടെൻഡറായിട്ടിരിക്കുന്ന അപ്പമാണ്. സൈഡിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹോൾസൊക്കെ ആയിട്ട്. ഞാൻ മുറിക്കുകയാണേ, നല്ല പഞ്ഞ് പോലെ ഉണ്ട് മുറിക്കുമ്പോൾ. കഴിച്ച് നോക്കട്ടെ. വായിലിട്ടാൽ ചവയ്ക്കേണ്ട ആവശ്യമില്ല, അത്രയധികം അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. സാധാരണ വട്ടയപ്പത്തിൻ്റെ ആ ഒരു രുചിയല്ല ഈ ഒരു വട്ടയപ്പത്തിനുള്ളത്. ആ പെരുംജീരകമാണെന്നൊന്നും പറയില്ല, വേറെ എന്തോ ഒരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നെയ്ബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താണ് സംഭവം ഇട്ടിട്ടുള്ളതെന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയത്. അതും ഇത്രയും നല്ല ടേസ്റ്റിൽ, ഇത്രയും നല്ല പഞ്ഞിക്കുട്ടം പോലത്തെ വട്ടയപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.